Hi all, welcome back to another video of Mechanic Vlog. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ അവാന്റെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്. ഒരു മെക്കാനിക്കിന് എന്നാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 സ്പീഡ് മുതൽ 80 സ്പീഡ് വരെ കേൾക്കുന്ന ഒരു സൗണ്ട്. ഇതായിരുന്നു കസ്റ്റമറിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രോബ്ലം. കൂടുതൽ സ്പീഡ് ആവുമ്പോൾ കുറഞ്ഞു വരുന്നതുമായ സൗണ്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പ്രോബ്ലമായിട്ട് വന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഓൾറെഡി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പലരും ബെയറിംഗ് സൗണ്ട്, സസ്പെൻഷൻ, മറ്റു പ്രോബ്ലംസ് ആണെന്ന് വിചാരിച്ച് അതാണ് ഫസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആക്ച്വലി അതിന്റെ പ്രോബ്ലം അല്ല. ഇതിന്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറാണ്. ഇപ്പോൾ ഈ ഇടായിട്ട് 2 കസ്റ്റമേഴ്സാണ് വളരെ ഷോർട്ട് ടൈം, ഒരു വീക്കിൽ തന്നെ 2 കസ്റ്റമേഴ്സാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടുതൽ ഇതിൽ ക്യാഷ് ഇറക്കേണ്ട, എന്താണ് പ്രോബ്ലം എന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നിങ്ങളോട് തരുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന സൗണ്ടാണ് ഈ കാറിന്റെ നിലവിലെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ സൗണ്ടാണ് ഈ കാറിന്റെ കറണ്ടിലുള്ള പ്രോബ്ലം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള കാരണം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. കാർ ലിഫ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം നമ്മൾ കൺഫേം ചെയ്യുന്നതിനായിട്ട് ഇത് ടയർ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് പ്രോപ്പർ ആയിട്ടാണ് റൊട്ടേഷൻ വരുന്നത്, അത് ചെറിയൊരു ഡീവിയേഷൻ അതിൽ വരുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, ഇത് ലെവൽ അല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കാണിക്കുന്ന ഒരു പ്രോപ്പർ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു വോബ്ലിംഗ് മോഷൻ. ഇതാണ് കാറിലുണ്ടാക്കുന്ന ആ സൗണ്ട്. ഇതും അതുപോലെ തന്നെ വീൽ ബെയറിംഗിൽ ഉണ്ടാക്കുന്ന സൗണ്ടും ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഒരു മെക്കാനിക്കിന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ഇവിടുത്തെ യഥാർത്ഥ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടയർ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ഒഴിവാക്കാൻ കഴിയുള്ളൂ. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.